നമുക്ക് ഭാരതീയ ലോകത്ത് പരാജയമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. നമുക്കത് മരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും നാളെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. നമുക്ക് നൽകിയ ആരോഗ്യവും നമ്മുടെ സമയവും സമ്പത്തുമെല്ലാം നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അള്ളാഹുവിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയാൻ, അള്ളാഹുവിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗങ്ങളിൽ ജീവിച്ചെന്ന് പറയാനും, അള്ളാഹു സൃഷ്ടിച്ച് ജീവിച്ചെന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്നാൽ നമുക്ക് ഭാരതീയ ലോകത്ത് സ്വർഗീയമായ ജീവിതമാണ് അള്ളാഹുവിന്റെ അബീബിനോടൊത്ത് നമുക്ക് എഴുതാൻ കഴിയുന്നത്. അതാണ് വിശ്വാസിയുടെ ലക്ഷ്യമായി പറയുന്നത്. നമുക്ക് മാതൃക അള്ളാഹുവിന്റെ അബീബാണ്. അള്ളാഹുവിന്റെ അബീബിലാണ് നിങ്ങൾക്ക് ഉത്തമമായ മാതൃക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ അബീബിനെ നാം സ്നേഹിക്കുകയും ആ മാതൃക പിൻപറ്റുകയും ചെയ്യുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നത് അത് സ്വീകരിക്കുകയും എന്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയുമ്പോൾ അതിൽ നിന്ന് നാം വളരെ മാറി നിൽക്കുകയും ചെയ്യുക ആയിരിക്കണം വിശ്വാസിയുടെ ലക്ഷ്യമായി പറയുന്നത്. ഇന്ന് സമൂഹം ഇതിന് വിപരീതമായ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതിനെ നാം സ്വീകരിക്കാൻ പഠിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ഇസ്ലാമിനെ നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനവും മയക്കുമരുന്നും വ്യഭിചാരവും പലിശയും കൊണ്ടുവരുന്ന സമൂഹത്തിൽ ഇത് വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിലുള്ള ജനത ലക്ഷത്തിനും രണ്ടാഴ്ചയിലും പലിശയുടെ ജീവിച്ച സമൂഹമായിരുന്നു. ആ സമൂഹത്തെ അള്ളാഹുവിന്റെ അഭിപ്രായ പ്രവാചകർ മാറ്റിയെടുത്തുകൊണ്ട് ഉത്തമമായ ലോകത്തിന്റെ മാതൃകയായ സമൂഹമാക്കി മാറ്റിയെങ്കിൽ ആ പ്രവാചകർ അനുയായികളായി നാം ആ മഹിതമായ പാതയിൽ വ്യതിചരിക്കാതെ ആ മഹിതമായ പാത വിവരിച്ചുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. നാം മറ്റുള്ളവരുടെ പോലെയല്ല ജീവിക്കേണ്ടത്. മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മാനവ സമൂഹത്തിൽ മാർഗനിർദ്ദേശം നൽകാൻ വ്യക്തമായ ഉത്തമസഞ്ചാരികളാകുന്നു. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും ഇന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് മുസ്ലിം സമുദായത്തെ കുറിച്ച് അള്ളാഹു നമ്മളോട് നമ്മെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. നാം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവരാണ്. അതാണ് പൂർവികരായ പ്രജാപതിമാരെ മറ്റുമുഖത്ത് നമുക്ക് കാണിക്കുന്നത്. അവർ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചപ്പോൾ അവരെ സ്വീകരിക്കാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവർ പ്രബോധനം ചെയ്ത മതത്തിൽ ആകൃഷ്ടരായ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാനും തയ്യാറായി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിജയത്തിന്റെ പിന്നിലുള്ളത് നമുക്കറിയാം. എന്നാൽ ഇന്ന് സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഭൗതിക തൽപരതയിൽ തളച്ചിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുടെ പരിവസമാണ് നമ്മെ ആത്മീയമായ ചിന്തകളിലേക്ക് നയിക്കുന്നതിന് പകരം ഇന്ന് ഈ ഭൗതികമായ ലോകത്തോട് മാത്രം പ്രതിബന്ധിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റാനുള്ള പലവിധ പ്രവർത്തനങ്ങളും നമ്മുടെ ചുറ്റുപാടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന സമൂഹമായി മാറുന്നു. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഉത്തമമായ മാതൃകയുണ്ടെന്ന് ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുമ്പോൾ ആ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കുന്നതിന് പകരം ഇന്ന് കായിക താരങ്ങളും സിനിമാ താരങ്ങളുമൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ മാതൃക ആയി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ഇന്ന് മറ്റുള്ള കായിക താരങ്ങളെയൊക്കെ തന്നെ ആരാധിക്കുന്ന തരത്തിലേക്ക് അവരുടെ വേഷവിധാനങ്ങളും അവരുടെ സംസ്കാരങ്ങളും അവരുടെ ബോർഡുകൾ ഉയർത്താനും പിന്നെ സമ്പത്ത് ചെലവഴിക്കാനും ആ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാനും താല്പര്യപ്പെടുന്ന യുവ വിദ്യാർത്ഥി സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വൃദ്ധം ചെയ്യപ്പെടുമ്പോൾ അതിന് തക്കതായ മറുപടി എന്ന് പറയാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതം അത് നാളെ അള്ളാഹു വൃദ്ധം ചെയ്യപ്പെടുന്നതിന് ആരെയും അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യപ്പെട്ടവരിൽ നിന്ന് ആരെയും അള്ളാഹു ഒഴിവാക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ്. അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, നന്മയിലൂടെ പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ കാണിച്ചു തന്ന ആ മഹിതമായ മാതൃകയോടെ ജീവിക്കാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മുടെ സമയങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അതുപോലെ തന്നെ ഹദീസുകൾ പഠിക്കാൻ നീക്കിവെക്കേണ്ടതുണ്ട്. ഇന്ന് ധാരാളം സമയങ്ങൾ നാം ടെലിവിഷനിൽ സീരിയൽ കാണാനും അതുപോലെ തന്നെ കളികൾ കാണാനും മൊബൈൽ ഫോണിലൂടെയും അതുപോലെ ഇന്റർനെറ്റിലൂടെയും ഒക്കെ ചെലവഴിക്കാൻ ധാരാളം സമയങ്ങൾ നീക്കിവെക്കുന്ന നാം വിശുദ്ധ ഖുർആനിന്റെ പേജ് പോലും ഓതാൻ ഒരു 5 മിനിറ്റ് പോലും നീക്കിവെക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് അള്ളാഹുവിനെ മറക്കുന്നതിന്റെ ഭാഗമാണ്. അത് പരാജയത്തിലേക്കായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ തന്നെ സമയം കണ്ടെത്തുക. അത് നമ്മുടെ മനസ്സുകളുടെ കുടുംബം നൽകുന്നു, നന്മയിലേക്ക് നയിക്കുന്നു.
നമ്മുടെ മനസ്സുകൾ പരിവർത്തനങ്ങൾ വരുത്തുന്നു. നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് വിശുദ്ധ ഖുർആനാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് പോലും നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നും ലോകത്തിന് വിധവാദികൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറായിക്കൊണ്ട് നിരവധി മുസ്ലിം സഹോദരങ്ങൾ പാശ്ചാത്യ ലോകത്തിൽ നിന്നുമൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ ഒരാളുകൾ ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിട്ടുള്ളവരും ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനോ പാരായണം ചെയ്യാനോ നാം സമയം കണ്ടെത്തേണ്ടത് മറ്റിതര സമൂഹങ്ങളുടെ സംസ്കാരത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം ചിന്തിക്കുക, അല്ലാഹുവിന്റെ സൃഷ്ടിയോട് ജീവിക്കുക, അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കുക. അതിനുള്ള വഴികളാണ്, മാസമാണ് ഇനി വരാൻ പോകുന്നത്. 20 ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. വിശുദ്ധ റമദാനിലൂടെ നേടിയെടുക്കുന്ന ആത്മീയമായ ചൈതന്യം അത് പെരുന്നാളോടുകൂടി അവസാനിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. കാരണം ഇനി അടുത്ത റമദാനിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടിയില്ല. അടുത്ത പോയി. അതുകൊണ്ട് തന്നെ അടുത്ത റമദാൻ ആരെല്ലാം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന സമയങ്ങൾ അത് വിലപ്പെട്ടതാണ്. അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഈ പണി നിർമ്മിക്കാൻ വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ച ആളുകൾ, ഇതിനുവേണ്ടി സ്ഥിരം നൽകിയ ആളുകൾ അല്ലാഹു കൂടുതൽ അർഹമായ പ്രതിഫലമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യം സമയം സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ മരിച്ചുപോയ നിരവധി നമ്മുടെ ബന്ധുക്കളുണ്ട്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കിമാറാവട്ടെ. സ്വർഗ്ഗത്തിന്റെ പൂർവ്വഭാഗ്യമാക്കുമാറാവട്ടെ. അവരെ നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ബന്ധപ്പെട്ട പലരും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെയുണ്ട്. ദുആകൊണ്ട് വസീയത്തിൽ ആളുകളുടെ മാരക രോഗങ്ങൾ ബുദ്ധിമുട്ടാളുകൾ അല്ലാഹു ദുരിതത്തിൽ ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. ക്യാൻസർ ബാധിച്ച രോഗിയുണ്ട്, ഹൃദയസംബന്ധമായ രോഗിയുണ്ട്, കിഡ്നി സംബന്ധമായ രോഗിയുണ്ട്, അവസ്ഥാന രോഗികൾ, മാനസിക രോഗിയുണ്ട്, ശരീരം വഴിതുപോയ രോഗികൾ അവർക്ക് ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. കാഴ്ചശക്തി ഇല്ലാതെ കേൾവിശക്തി ഇല്ലാത്ത ആളുകൾക്ക് ആശുപത്രി കഴിയുന്ന ഐസിയുവിൽ എന്ന രോഗികളുണ്ട്. അപകടങ്ങളിൽപ്പെട്ട ആളുകൾ, കുട്ടികൾക്ക് അസുഖം ബാധിച്ചവരുണ്ട്, ചെറുതും വലുതുമായ രോഗങ്ങൾ പിടിപെട്ടാളുകൾ അവരുടെ എല്ലാ അസുഖങ്ങളും ഈ മഹത്തായ സദസ്സിന്റെ മുന്നിലുള്ള അല്ലാഹു ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങൾക്ക് നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരുടെ മരണത്തിൽ പെട്ടെന്നുള്ള മരണങ്ങളിലും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം പാപികളാണ്, അതിന് മര്യാദയും ചെറുതും വലുതുമായ പാപം ചെയ്തു പോയവരാണ്. അല്ലാഹു എല്ലാ പാപങ്ങളും ആവാതിരുമാറാവട്ടെ. മരിക്കുമ്പോൾ കേൾക്കുന്നതോ വിളിച്ചേറ്റ് നിൽക്കുന്ന സൗഭാഗ്യമായ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്നും ആദം കസുപിക്കാൻ സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കടകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടം വീട്ടുവാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളില്ലാതെ ശ്രമിക്കുന്ന ആളുകളുടെ വീട് ലഭിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട് നിർമ്മാണം തുടങ്ങിയവരുടെ എത്രപ്പെട്ടത് പൂർത്തീകരിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹപ്രാപ്തിയ സഹോദരങ്ങളും സഹോദരിമാരുണ്ട്. സ്വാലിഹായ ഇണകളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കുട്ടികളില്ലാതെ മഹാനായ തങ്ങളവരുകൾ അത് നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സാണിത്. വളരെ പുണ്യമുള്ള ഒരു സന്ദർഭമാണിത്. സന്തോഷപൂർണമായ ഒരു അവസരവുമാണ്. മാത്രമല്ല, ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങൾ ഇതുപോലെ പള്ളികൾ അലങ്കരിക്കുകയും ശുചീകരിക്കുകയും വൃത്തിയാക്കുകയും പെയിന്റടിക്കുകയും വെള്ളമടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കാത്തു നിൽക്കും. എന്നാലും ഇവിടെ ഒരു പ്രാർത്ഥന നടത്തി ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കൊണ്ടുപോകുന്നുണ്ട് ആ കൈ പിടിക്കാൻ ഒരു അവസരം നിങ്ങൾക്ക് തരാനാണ് എന്ന് പറയാം. മഹാനായ ഞങ്ങളുടെ കയ്യിൽ ഒരു കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും തങ്ങളുടെ കയ്യിൽ കൊടുത്ത് ആ വർഗത്തിന് വേണ്ടി കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾ വേണം ഇതിനെ പ്രസംഗിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാവർക്കും വേണമെങ്കിൽ പ്രസംഗിക്കാം. എന്ത് തന്നെ കാലാവസ്ഥയുടെ പ്രതികൂലത ഉണ്ടെങ്കിലും ആർക്കും വിഷമമില്ലാതെ ഭംഗിയായി പരിപാടി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സംരംഭങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സലാത്തോടുകൂടി ആ പരിപാടി എല്ലാം ആരംഭിച്ച് എല്ലാവരും വളരെ യുക്തിയുമാണ്. പിന്നെ യുക്തിയാണെങ്കിൽ ഞാൻ ഇത് സംസാരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
മുട്ടിക്കാനും മുത്താനും ഒക്കെ ഒരു അവസരം നിങ്ങൾക്ക് നേടാൻ